ഗുഡ് മോർണിംഗ് ബേബി. പുല്ലിലൊക്കെ കണ്ടു മഞ്ഞുതുള്ളികൾ. ഇവിടുന്നുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇന്നലെ ഇവിടെയാണ് കേട്ടോ ടെന്റ് പിച്ച് ചെയ്തത്. ഈ ഒരു പ്രോപ്പർട്ടി വേറെ ലെവലാട്ടോ. അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരു സൺറൈസ് കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം. എപ്പോഴും ഞങ്ങൾ ഈ 10 മണിക്ക് 11 മണിക്ക് നമ്മുടെ വർക്കിംഗ് ടൈം അങ്ങനെയല്ലേ, അപ്പോൾ സൺറൈസ് കണ്ടിട്ട് ഒരുപാടായി. അടിപൊളി ബ്യൂട്ടിഫുൾ സൺറൈസ്. ഇടയ്ക്കൊക്കെ ഓരോ സൺറൈസ് കാണണം, അത് നല്ലതാ. ആ ഡയലോഗല്ലേ? അടിപൊളി. ഈ വൈറ്റ് കളറിൽ കണ്ടോ, നല്ല രസമുണ്ട്. മഞ്ഞുതുള്ളി ഉണ്ട്, ചെറിയ മഞ്ഞുതുള്ളി വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇന്നലെ ശരിക്കും നമ്മൾ തങ്ങൾപ്പാറ എന്നും പറഞ്ഞ് വന്നാട്ടോ. 5 മണിയായപ്പോഴത്തേക്ക് അത് അടച്ചതുകൊണ്ട് കയറാൻ പറ്റില്ല. ശരിക്കും കുറച്ച് വഴിയൊക്കെ തെറ്റിയിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ലൊക്കേഷനിൽ എത്തിയെങ്കിലും അത് ശരിക്കും വെറുതായി. ഒരു രക്ഷയില്ലാത്ത ഫീല്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ ടെന്റ് സ്റ്റേ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അത് എങ്ങനെ ഉണ്ടായിരുന്നു? ലൊക്കേഷൻ പൊളി. കോട വരുന്നു, ഇത് കൂടെ ഫുൾ കോട. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഓറഞ്ച് വാലി ടെന്റ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ്. ഇന്നലെ ഞങ്ങളിതേ ഇവിടെ രാത്രി ഒരു 12 മണിയാകുമ്പോഴൊക്കെ വന്നിരുന്ന് പാട്ടൊക്കെ പാടി ഭയങ്കര വൈബായിരുന്നു കേട്ടോ. ഇവരുള്ളൊരു വ്യൂ നോക്കിയേ, ഒരു രക്ഷയില്ലല്ലോ. ഇതിവിടെ ഇതുപോലത്തുള്ള ഒരു 3 ചെയർസ് ഇട്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടെൻറ്റ് അവർ പിച്ച് ചെയ്ത് തരും. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ലാൻഡ് കണ്ടില്ലേ, കുറച്ച് ചെരിഞ്ഞിട്ടുള്ള ടെറൈൻ ആയതുകൊണ്ട് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും പറഞ്ഞു. കാരണം നമ്മൾ ഇപ്പോൾ അവിടെയാണ് ടെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് ആയിരിക്കും. പിന്നെ ഇവിടുന്ന് ഭയങ്കര വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതാണ് പ്രോപ്പർട്ടി. നമ്മളുടെ ടെൻറ്റിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഇതാണ് വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. പിന്നെ ഇവിടെ നമുക്ക് 2 ചെയർസും വരുന്നുണ്ട്. ചെയർ നല്ല ഇതിന് പറയുക ബെഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പാട്ടൊക്കെ കേട്ട് ഇവിടെ ടെൻറ്റ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിലേറ്റവും പ്രത്യേകത ഞങ്ങൾക്ക് ഹാപ്പി ആയത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഒരു ഫാമിലി അവിടെയാണ്. അതൊരു കോട്ടേജിനകത്താണ്. അപ്പോൾ നമുക്ക് ഇന്നലെ 3% ടെൻ്റാണ് തന്നത്. ഇന്ന് അറിയാലോ നമ്മളുടെ ഡെക്കാത്തലോണത്തെ ടെൻ്റാണ്. അടിപൊളിയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നല്ല ബെഡൊക്കെ അവർ സെറ്റ് ചെയ്ത്, അവർ നമുക്ക് ടെൻറ്റിന് അവർ തന്നെ സെറ്റ് ചെയ്ത് തരും. പിന്നെ നമുക്ക് കിട്ടിയത് 2 പില്ലോ, ബെഡ്ഷീറ്റ്, പിന്നെ ഒരു ബ്ലാങ്കറ്റ്. രാത്രി അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്, അപ്പോൾ ഇങ്ങനെ പുതച്ച് മൂടി കിടക്കാം. പിന്നെ കൂടാതെ ഈ ഒരു ലൈറ്റും നല്ല രസത്തിൽ ഇങ്ങനെ കാണാൻ. ഇതിൽ വൈറ്റ് ഉണ്ട്, അതിൻ്റെ സ്ട്രെങ്ത്ത് കൂടിയിട്ട് പിന്നെ യെല്ലോ ഭയങ്കര രസമാണ്. വാം ലൈറ്റ്. അപ്പോൾ അതേ നമുക്ക് അവിടെ ഒരു ഡെക്ക് തന്നിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതേ അടിപൊളി ഈ വ്യൂ ഇങ്ങനെ കാണാം, നല്ല രസമാണ്. ഷാരു നിൽക്കുന്നുണ്ടല്ലോ അവിടെ. എങ്ങനെയുണ്ടാ? അടിപൊളി. വന്ന് കാട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ആ ഒരു പ്ലാറ്റ്ഫോം, ഒരു ഡെക്ക് പോലെ സെറ്റ് ചെയ്തത്. ഇവിടുന്നുള്ള വ്യൂ കണ്ടോ, രക്ഷയില്ല. പിന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുക, ചാർജ് ചെയ്യാൻ ഒരു 4 പിന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ചാർജിങ് സ്പോട്ട് ഞങ്ങളടുത്ത് ഇന്നലെ പവർ ബാങ്ക് ഉണ്ടായതുകൊണ്ട് ഐഫോൺ അതിൽ ചാർജ് ചെയ്തു ടെൻറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ വരാം കേട്ടോ. ഞാൻ ഇവിടെ എന്തെങ്കിലും ചാർജിങ് അവൈലബിൾ ആയിരിക്കും ഇവിടെ, ഞങ്ങൾ ചോദിച്ചില്ല. നമ്മൾ ഇന്നലെ ഒരു വ്യൂ പോയിന്റ് പോയില്ല, അതാണ് കേട്ടോ അവിടെ. അപ്പോൾ വേണമെങ്കിൽ മോർണിംഗ് വാക്ക് പോലെ ഇവിടെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് അവിടെ ഒരു വ്യൂ ഇല്ലേ നമ്മൾ ഇന്നലെ കണ്ടത്. യെസ്, തങ്ങൾപ്പാറ കാണാം. നമ്മുടെ ചെക്കൻ നിൽക്കുന്നുണ്ടോ, ഫുള്ള് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നുണ്ട്. മോർണിംഗ് പോയേക്കുമ്പോൾ മൊത്തം എന്താ പറയുക, ഗ്ലോസി മാറിയിട്ട് മാറ്റ് ഫിനിഷ്ഡ് ആയ പോലെ. ഗുഡ് മോർണിംഗ് ബേബി. അതങ്ങോട്ട് മാച്ച് കൂട്ടി. ഇവിടെയാണ് നേരത്തെ പറഞ്ഞു ഫാമിലി ഉണ്ട് പറഞ്ഞു, അത് അവരവിടെ ആളുണ്ട്. അപ്പോൾ നമുക്കത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമ്മളെ ബ്രോ കിടക്കുന്ന റൂം, ഇവിടെ വാഷ്റൂം, ഇവിടെ 3 വാഷ്റൂം ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ടെൻറ്റിൻ്റെ അപ്പുറത്താണ് കാണുന്നത് 2 വാഷ്റൂം. അങ്ങനെ ടോട്ടൽ 5 വാഷ്റൂം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കപ്പിൾ കോട്ടേജ്. ഇതിൻ്റെ ഉള്ളിൽ കാണിക്കാം. വാവ്, നൈസ്. ഇത് അടിപൊളിയാടാ. എവിടെ ഷാരു വരൂ.
സൂപ്പർല്ലേ. അടിപൊളി. നേലൊക്കെ നല്ല തണുപ്പുണ്ട്. ആ ഇവിടെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമുക്ക് ഒരു ക്വീൻ സൈസോ കിങ് സൈസോ? കിങ് ആയിരിക്കും. ആ ഒരു അടിപൊളി ബെഡ് വരുന്നുണ്ട്. പിന്നെ അതേ വാട്ടർ, പിന്നെ അവിടെ കുറച്ച് ഷാംപൂ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ ഒരു ഫാന് വരുന്നുണ്ട്, പിന്നെ ഒരു മിറർ വരുന്നുണ്ട്, പിന്നെ ഇവിടെ വാഷ്റൂമൊക്കെ അടിപൊളി, ഭയങ്കര നീറ്റാട്ടോ. ഈ ഒരു കോട്ടേജിൻ്റെ പ്രൈസ് വരുന്നത് 3500 ആണ്. അടുത്ത ഇവിടെ വരുന്നത് ക്യാമ്പർ വൺ സ്റ്റേ ആണ്. ഇതേ ടയറൊക്കെ ഉണ്ട്. ഇതിൻ്റെ എൻഡ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോകാം. ഇങ്ങോട്ടാണ്. ഡോർമെട്രി പോലെ അത് വരുന്നത്. ഓ സൂപ്പർ. ഓ അടിപൊളിയാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്രണ്ട്സ് ഒക്കെ വന്നാൽ കിടക്കാൻ അടിപൊളി കേട്ടോ. അടിപൊളി. 4 ബർത്ത് ഇവിടെ ഉണ്ട്. ഇവിടെ 4 ബർത്ത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ട്. കണ്ടോ, ഇത് ഷെൽഫാണ്, മിററൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ടേബിള്. ഇവിടെ ഒരു 4 ബർത്ത് വരുന്നുണ്ട് അല്ലേ. മൊത്തം 8 പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഇവിടെ വിത്ത് AC. AC ഉണ്ടോ? ഓ അടിപൊളി. ഇതിന് എത്രയാ പറഞ്ഞേ? ഇതിന് പ്രൈസ് വരുന്നത് ഒരാൾക്ക് പെർ ഹെഡാ വരുന്നത്. ഡോർമെട്രി ആണ് 1500. കൊള്ളാട്ടോ. ഇത് ഇവിടെ ഉള്ള എല്ലാം വെറുത്താട്ടോ. എനിക്ക് ഭയങ്കര ഫീൽ ആയത്. എല്ലാം നല്ല രസമുണ്ട്. എത്ര ടെൻഡിങ് പറഞ്ഞത്? 40 ടെൻഡിങ് ആണല്ലോ ഇവിടെ അവൈലബിൾ ആണ്. 40 ടെന്റ് വരെ ഇവിടെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. പ്ലസ് ഈ ഒരു നേരത്തെ കാണിച്ച കോട്ടേജ് കാര്യങ്ങൾ. അടിപൊളി. തണുപ്പുണ്ട്, ചെറിയ രീതിയിലല്ല, അത്യാവശ്യം തണുപ്പുണ്ട്. വാഗമണ് ഈ ഒരു ക്ലൈമറ്റ് എക്സ്പെക്ട് ചെയ്തില്ല. അത് അടിപൊളിയായി. ഇന്നലെ ഇവിടെയൊക്കെ ഫുൾ ഫോഗായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. പോവാൻ തോന്നുന്നില്ല. എങ്ങനെ ഇരിക്കണം. അപ്പം ഇനി നമ്മളുടെ നെക്സ്റ്റ് ഐഡിയ എന്താ? തങ്ങൾപ്പാറ പോകണം. തങ്ങൾപ്പാറ പോകണം. വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. പറ്റുവാണെങ്കിൽ നമ്മുടെ ആന്റണി ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്ത ഇവിടുന്ന് നോക്കി കാണാൻ ദൂരെ പറ്റുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയിട്ട് അതും കൂടി കാണിക്കാം. ഇല്ലെങ്കിൽ നേരെ തങ്ങൾപ്പാറ. ഇന്ന് എന്തായാലും നമ്മൾ തങ്ങൾപ്പാറ കയറണം. കാരണം ഇന്നലെ അത് മിസ് ചെയ്തു. അപ്പോൾ അതേ വെയിൽ വരുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായി. അപ്പം ഇനി നമ്മൾ നേരെ തങ്ങൾപ്പാറ കാണണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വ്യൂസ് ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് മെല്ലെ ഇവിടുന്ന് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പാക്ക് ചെയ്യാം. ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനിയിപ്പോൾ പുള്ളി നമ്മളെ ബിബിൻ ബ്രോ കണ്ടില്ലേ, പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പം ഇനി അത് പോയി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങണം. ഭയങ്കര വെയിലാട്ടോ പകൽ. തങ്ങൾപ്പാറ കയറണമെന്നുണ്ട്. പക്ഷേ ഈ വെയിലത്ത് എങ്ങനെയെന്നാണ് നോക്കാം. ശാരുദേവരെ മേക്കപ്പ് വണ്ടിയിലിരുന്നുണ്ട്. ഭയങ്കര വെയിൽ. തങ്ങൾപ്പാറ എന്താ ചെയ്യണ്ടേ? ട്രൈ ചെയ്യാം. നല്ല വെയിലുണ്ട്. ഒരു 10 മിനിറ്റ് ഉള്ളിൽ നമ്മൾ കയറണം. എന്നാലേ കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ബി, നമ്മൾ എന്തായാലും പൊളിക്കും. നോ പ്രോബ്ലം. ഇവിടെ ചെറിയൊരു കുളമുണ്ട്. ഇതെന്തോ ഇവിടുത്തെ യൂസിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയത് അത്ര. ഇപ്പോഴത്തെ യൂസ് ചെയ്യുന്നുണ്ടോ, വെള്ളം കണ്ടിട്ട് യൂസ് ചെയ്യാത്ത പോലെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ വെയിൽ കൂടിക്കൂടി വരുന്നുണ്ട്. തങ്ങൾപ്പാറ കയറണമെന്നുണ്ട്. കുറേ ആയി ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നു. ഇന്നലെ നമ്മൾ ലേറ്റായപ്പോൾ അതും പറ്റിയില്ല. സോ ഇന്നിഞ്ഞ് വെയിലായിട്ടും പിന്നെ ഇവൾക്ക് ബോഡി പെയിനൊക്കെ ഉണ്ട് ഇത്രേ. ഇന്നലെ കുറേ നടന്നു ഓടി ആ പേരും പറഞ്ഞിട്ട്. നോക്കാം, ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടോ. ഇതാണ് ബിബിൻ ബ്രോ. പുള്ളിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അടിപൊളിയാട്ടോ ഇവിടുത്തെ സർവീസ്, ഒന്നും പറയാല്ല. കഴിക്ക്. ഒരാളവിടെ വിശന്ന് ഒരു പരിവായിട്ടുണ്ട്. സാമ്പാറല്ലേ? കഴിക്കൂ. അല്ല എന്നാൽ ഞാനും കഴിക്കട്ടെ, വീഡിയോ ഒക്കെ നിർത്തട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ തങ്ങൾപ്പാറ. ഒരുപാട് വെയിലില്ല, വെയിലിങ്ങനെ കുറഞ്ഞും പോയൊക്കെ വരുന്നുണ്ട്. നല്ല ക്ലൗഡുണ്ട്, പക്ഷേ ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട്. എന്തായാലും പറ്റീച്ച കയറണം. എന്നിട്ട് നേരെ ഉൾപ്പുണ്ണി ഒന്ന് പോകണം. ഉൾപ്പുണ്ണി കയറാൻ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മളുടെ 4x4 അല്ലല്ലോ. അപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ ആകെ ചെലവ് പിടിച്ചിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ വലിയ മഴയൊന്നുമില്ല. എന്തായാലും ഒന്ന് പോകണമെന്നുണ്ട്.
ഇപ്പൊ ചെറിയൊരു വെയിൽ വന്നു. നേരത്തെ ഒന്ന് ക്ലൗഡി ആയി. പക്ഷെ ഒരുമാതിരി കുത്തണ വെയിലില്ല. രാവിലത്തെ ഒരു തണുപ്പുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ബൈ ബ്രോ, കാണാം. ശരി. അങ്ങനെ നമ്മൾ തങ്ങൾപ്പാറ എത്തി. ഒരുപാട് വെയിലൊന്നുമില്ല, പക്ഷെ ഇടയ്ക്ക് മൂടി ക്ലൈമറ്റ് ആവുന്നുണ്ട്. ഇടയ്ക്ക് നല്ല കട്ട വെയിലും വരുന്നുണ്ട്. പറ്റീച്ച നമുക്ക് കയറണം. നമുക്ക് അതിന്റെ മേലേക്കാ പോണത്. വാവ്, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ താറ് ദേ ഇവിടെ പാർക്ക് ചെയ്തു. നേരെ കാണുന്ന വഴി കൂടെ നല്ല വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം വെയിലുണ്ട്. പിന്നെ പാറ ആയതുകൊണ്ട് ചൂടും ഭയങ്കര. അത്യാവശ്യം കുറച്ച് കയറാനുണ്ട്. അപ്പം നമുക്ക് വലിയ കലിപ്പില്ലാതെ മെല്ലെ ഇങ്ങനെ കുറച്ച് കയറി പോവാം. ഫുള്ള് പോകുമെന്നറിയില്ല, കാരണം ട്രൈ ചെയ്യാം. ഇപ്പം ഒന്നും പറയുന്നില്ല. നമുക്ക് മാക്സിമം ഒരാൾ ഏറ്റവും മേലെത്തിക്കണേ. ദൂരെ ഒരാൾ പറ്റണ പോലെ കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരാം. നല്ല വ്യൂ ആണ്. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല വ്യൂസ് ഉണ്ടാവും. നല്ല കിടിലേ ഫ്രെയിം. ഷാരുദേ ഫോട്ടോ ഒക്കെ എടുത്ത് വാ വാ. നീ ഫോട്ടോ എടുത്ത് തുടങ്ങിയ പിന്നെ അവള് ഫോട്ടോ എടുത്ത് തുടങ്ങിയ പിന്നെ ഇവിടെ ഒന്നും ആയിരിക്കില്ല. ഇവിടെ നിന്നുള്ള വ്യൂ ഇവിടെ തന്നെ എടുക്കണ്ടേ? അതെ, ഞാൻ വെറുതെ പറഞ്ഞ എടുത്തോ. അയ്യോ കണ്ടോ, ഇവിടെ നമുക്ക് ട്രക്കിംഗ് പോളുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കാന്ന്. ഇപ്പോൾ വേണ്ട, എല്ലാവരും കൂളായിട്ട് കയറി പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ട്രക്കിംഗ് പോളൊക്കെ വെച്ചിട്ട് കുറച്ച് ആഡംബരമാണെങ്കിൽ രസമുള്ളൂ. പക്ഷെ അങ്ങനല്ല, ബാക്കിയുള്ളവർ എടുത്തു കൊടുത്തില്ലേന്നല്ല, അത് പോളുണ്ടെങ്കിൽ നടക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ഒരു സപ്പോർട്ട് കിട്ടും. ഓ തേയില. നമ്മളുടെ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, ഇത് ഫുള്ള് തേയില. ഇതുകൂടെയൊക്കെ അത്യാവശ്യം നല്ല പാറകളാട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ കാല് നല്ല പണി കിട്ടും. നമ്മളെ ആംഗിൾ അങ്ങ് ട്വിസ്റ്റ് ആവും. പ്രശ്നമൊന്നുമില്ല, ശ്രദ്ധിച്ച് നടന്നാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നടന്നു കഴിഞ്ഞാൽ കോമഡി ആവും. വ്യൂ കണ്ടില്ലേ, നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടുന്ന് കാണുമല്ലോ. ദേ പെട്ട് ആ ഒരു ഗ്രൗണ്ട് ഉണ്ടോ, അതാത് അവിടെ. അതാ കാണുന്നത് മറ്റേ ക്യാമ്പർ. അയ്യോ ഇപ്പം തന്നെ കതച്ച്. ഇനി കുറച്ചും കൂടെ ഉണ്ട്. നടക്കാത്തതിൻ്റെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളാണ്. ബട്ട് നമ്മൾ നടക്കും. മെല്ലെ മെല്ലെ കയറിയാൽ മതി. ഇതാണ് മെഡോസ് ഈ കാണുന്നത് അല്ലേ? ആണ്, അതാ മെഡോസ്, അതാ ആൾക്കാരൊക്കെ. ഇതാണ് മെഡോസ്. ഒരാൾ കയറി വരുന്നുണ്ടോ? അത്യാവശ്യം നല്ല കയറ്റുണ്ട് അല്ലേ? കയറ്റുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലുണ്ട്. ഇതാണ് നെക്സ്റ്റ് കയറാൻ പോണേ. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കരമായിട്ട് നല്ല സ്ലോപ്പാണ്. വിചാരിച്ചേക്കാളും ഇതെങ്ങനെ ഇറങ്ങാനായിരിക്കും പാട്. അവിടെ നിൽക്കണ്ട കേട്ടോ, ഒരു ഇതിലങ്ങ് വെക്കും. അയ്യോ സ്ലിപ്പാവുണ്ട്, ചെറുതായിട്ട് സ്ലിപ്പാവുണ്ട്. രക്ഷയില്ല. നിൽക്കണ്ട കുറച്ച് ഇവിടെ നമ്മളെ ചെക്കനെ പാർക്ക് ചെയ്തിരിക്കണേ. വ്യൂ ഒരു രക്ഷയില്ല, പക്ഷേ കയറാൻ അത്യാവശ്യം ടാസ്ക് ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ സ്ലോപ്പാണ്, അപ്പം അതിങ്ങനെ കയറി പോകണം. ഈ ശീലമില്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മൾ അത്യാവശ്യം ടോപ്പിലെത്തി. എന്താ പറയുക, നമ്മൾ കണ്ട വ്യൂ അത്യാവശ്യം ടോപ്പിലെത്തി. എൻ്റെ മുന്നേ നമ്മളിത് അവിടെയാണ് സ്റ്റേ ചെയ്തത് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉണ്ട്. അതിനി കയറണോ, അങ്ങോട്ട് കയറണോ? കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്ത് തോന്നിട്ട് കയറിയല്ലോ. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് പോകണില്ല. ഒന്നാമത് ഭയങ്കര വെയിലുണ്ട്. അപ്പുറത്ത് വേറൊരു പാറയാ, വേറൊരു പാറ ഇനി കയറി പോകണം. ഞങ്ങൾക്ക് ഈ ഒരു തെത്താനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ട് പോകണം എന്നുണ്ട്, പക്ഷേ പാറ പോയിട്ട് ഇനി തിരിച്ചിറങ്ങും വേണ്ടേ, എന്നിട്ട് നമുക്ക് ഇനി വേറെ പോകണ്ടേ. അപ്പോൾ നമ്മളിന്നാ ഇതുവരെ പോകണുള്ളൂ. ഇനി നമുക്ക് നേരെ ഇറങ്ങിയിട്ട്
ഉളുപ്പുണ്ണിയോടാം. ഓക്കെ, അത്യാവശ്യം നല്ല ഇറക്കുണ്ട് കേട്ടോ. ഇനി കുഴപ്പമില്ല. പെട്ടെന്ന് നിൽക്കരുത് കേട്ടോ, ഒരു മെല്ലെ മെല്ലെ പോലെ വരണം. അതന്നെ, അതിന് ഇതിൽ പോകണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല. അടിപൊളി. അത്യാവശ്യം നല്ല സ്ലോപ്പ് ഉണ്ട്. കയറാനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടും പേടി നമുക്ക് ഇറങ്ങാനാണ്. സ്ലിപ്പ് ആവണേ നോക്കണം. ബദ്ധമായിട്ടുള്ള സാധനം കിട്ടുമെന്ന് ഇനി കോമഡി ഇരിക്കും. എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ഏറ്റവും താഴെ എത്തി. അവിടെ കുറേ പേര് കയറിയിട്ട് ആകെ കുടുങ്ങിപ്പോയി. ആ കയറണം, അടിപൊളിയാണ്. അല്ലെങ്കിൽ കുറച്ച് ഏർലി മോർണിംഗ് വരാം. പക്ഷെ ഇത് 8 മണിക്കേ തുറക്കുള്ളൂ. ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. അങ്ങനെ നമ്മൾ താഴെ എത്തി, വണ്ടി കയറിയിരുന്നു. ഭയങ്കര വെയിലുണ്ട്. അത്യാവശ്യം കയറി. ഞങ്ങൾ അതും കയറില്ലെന്ന് വിചാരിച്ച്, പക്ഷെ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാ. പിന്നെ ഒരു കാര്യം, എല്ലാവരും ഇപ്പൊ രാവിലെ വരുന്നവരാണെങ്കിൽ ഒരു 10 മണിയുടെ ഉള്ളിൽ മാക്സിമം 10 മണി കേട്ടോ. കാരണം ഈ സമയത്ത് വരുന്നവര് സീസൺ ടൈം ആണെങ്കിൽ എനിക്ക് ഇത്രയും വെയിലുണ്ടാവും തോന്നുന്നില്ല. രാവിലെയൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 10 മണിയുടെ ഉള്ളിൽ ഇറങ്ങുക. ഇത് 8 മണിക്കൊക്കെയാണ് തുറക്കുക. പിന്നെ ഈവനിങ് 5 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ 5 മണിക്ക് തിരിച്ചിറങ്ങേണ്ടി വരും. അങ്ങനെ ആയിരിക്കും. പിന്നെ ഇവിടെ പാർക്കിംഗ് ഫീസ് നമ്മളുടെ വണ്ടിക്ക് 30 രൂപയാണ് കൊടുത്തത്. ബൈക്കിന് എത്രയാണെന്ന് എനിക്കറിയില്ല. എത്ര മണി വരെ അന്നദാനം? അപ്പോൾ വേണ്ട ഒരു കഥ കഴിക്കാം. അപ്പം എന്നെങ്കിൽ നമുക്ക് നേരെ വാഗമണ്ണ് ജസ്റ്റ് ഒന്ന് കറങ്ങാം, നോക്കാം. നമുക്ക് ഞങ്ങളൊന്നും പ്ലാൻഡ് ഒന്നുമല്ല, നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് പോവാണ്. അപ്പം അടുത്ത് ഉളുപ്പുണ്ണി പിടിക്കില്ലേ? ഓക്കെ, ശരി. എന്നാ ഇവിടുന്ന് ഇറങ്ങാം. നമ്മളപ്പോൾ ചെറുതായൊന്ന് വഴി തെറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി തിരിച്ചു വരിക. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആയിരുന്നു പോകേണ്ടത്. ഈ ലെഫ്റ്റ് വരുമ്പോൾ റൈറ്റ്. ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് പോയി. നമ്മളവിടെ തിരിച്ചു വന്നു. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 6.3 കിലോമീറ്റേഴ്സാണ് ഉൾപ്പുണ്ണി ടോപ്പ് സ്റ്റേഷനല്ലേ ഇട്ടിരിക്കണേ. അത് നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളുടെ റിയൽ വീൽ ഡ്രൈവ് ആണല്ലോ. പിന്നെ അങ്ങനെ എക്സ്ട്രീം ഓഫ് റോഡൊന്നും നമ്മൾ പോകാറില്ല. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ചാരും ഇതേ പകുതി ഉറങ്ങി. ആ തങ്ങൾപ്പാറ കയറിയപ്പോൾ വെയിലൊക്കെ കണ്ടപ്പോൾ ഒന്ന് ക്ഷീണിച്ചു പോയി. അപ്പോൾ ആകെ ഒരു മയക്കം വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കില്ലേ. എന്താണ് ഒരു മൂളാനൊരു മടി. സെറ്റാക്കണം. ഉറക്കൊക്കെ ഇപ്പം പോകും. ഉൾപ്പുണ്ണി എത്തട്ടെ. മിക്കവാറും എന്താ ഒന്നും അറിയില്ല. കാവടി തുള്ളിയിട്ടാണ് പോണത്. ഇവിടെ അങ്ങോട്ട് റോഡിൻ്റെ കളർ മാറിയിട്ടോ, ഒരു വൈറ്റായി. ഞാൻ ചെറിയ റോഡാട്ടോ. മാത്രമല്ല 2 സൈഡും അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. അതുകൊണ്ട് നോക്കി വന്നില്ലെങ്കിൽ അങ്ങനെ കാണും. അതേ അവിടെ ലേക്ക് ഉണ്ടല്ലോ. ഇവിടുന്ന് നല്ലൊരു എയർപ്ലെയിനാണ്. ലേക്ക് വ്യൂയിലോട്ട് എങ്ങനെയാണോ പോവാ? നമുക്കെന്തായാലും ഇപ്പോൾ അവിടെ ലേക്ക് ഉണ്ട്. മെയിൻ റോട്ടിൽ നിന്ന് ചെറുതായിട്ട് കയറുക കേട്ടോ. ഇതിൽ കൂടെയാണ്. ഇവിടെ പോവാ, പോയി നോക്കാം. കാറിനുള്ളതല്ലേ ഇട്ട് കൊടുത്തിരിക്കണേ. എങ്ങനെയാണെങ്കിൽ പോവും, വേറെ പ്രശ്നമൊന്നുമില്ല. ഹെവി സാധനങ്ങളൊന്നും ഇല്ലാനോ മതിയായിരുന്നു. അയ്യോ, ഇത് പണിയാവട്ടോ. ഇത് പണിയാവുന്നൊരു ഡൗട്ട് ഉണ്ട്. വീഡിയോ എടുക്കണം. അയ്യോ, ഇത് പോവില്ല. വേണ്ട, ശീലല്ലോ. നമ്മളപ്പോ ഈ ഒരു വഴി കയറുന്നില്ല കേട്ടോ. വേറെ വഴി ഉണ്ടോ നോക്കട്ടെ. കാരണം അത് കുറച്ച് മേലേക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഹെവി ഓഫ് റോഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഹെവി ഓഫ് റോഡ് വലിയ താല്പര്യമില്ല. പിന്നെ ശീലമില്ല. അപ്പോൾ നമ്മൾ വെറുതെ അറിയാതെ പോയിട്ട് വണ്ടിക്ക് പണിയാക്കിയാലോ. കാരണം നമ്മളിത് ഓഫ് റോഡ് പോവാനുള്ള ഒരു സെറ്റപ്പിലൊന്നും വണ്ടി ആക്കിയിട്ടൊന്നുമില്ലല്ലോ, അപ്ഗ്രേഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അറിയാതെ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് പെടും. അത്യാവശ്യം കാണുമ്പോൾ നമുക്ക് ശീലം ഇല്ലാത്തത് വേറൊരു പ്രശ്നമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും വഴി
ടോപ്പ് സ്റ്റേഷൻ എത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. ആ ശരി, താങ്ക് യു. ആ ഓക്കെ ശരി, താങ്ക് യു. എന്താ പറയണേ? ചേട്ടൻ പറഞ്ഞത് പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ തിരിച്ച വഴിന്ന് ഓഫ് റോഡ് വേണ്ടെന്നല്ലോ. ആ ഓഫ് റോഡ് നിങ്ങൾ ഇതിനെ വേറൊരു വഴിയുണ്ട്, കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു പള്ളിയുണ്ട്, പള്ളിയിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞ് വീണ്ടും ഒരു ലെഫ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കോൺക്രീറ്റ് റോഡ് ഉണ്ട് പറഞ്ഞു. നല്ല വഴിയാണെങ്കിൽ പോവാ, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി വലുതാണ്. പിന്നെ ഇതാ ശ്രദ്ധിച്ച് പോണം, ഹോൺ അടിച്ചിട്ട് കുറെ വണ്ടികൾ വരുന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ എന്തായാലും ഹെവി റിസ്ക് എടുത്ത് വണ്ടിക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിച്ച് എന്തായാലും പോവില്ല. അത് രണ്ട് കാര്യം എന്താ വെച്ചാൽ, ഒന്ന് ഓഫ് റോഡ് പ്രാക്ടീസ് വേണം, പിന്നെ അപ്ഗ്രേഡഡും അല്ല. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഓഫ് റോഡ് ഭയങ്കര ഹെവി ആയിട്ട് വണ്ടീനിട്ട് ഇതാക്കി അങ്ങനെ താല്പര്യമില്ല. അപ്പൊ നമുക്ക് നോക്കാം, അവിടെ ഒന്ന് കാണണമെന്നുണ്ട്. ലെറ്റ്സ് സീ. ഇതാണ് പള്ളി. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഈ ഒരു റോഡ് കൂടെ ആയിരിക്കും പറഞ്ഞത്. ഇതാ ഇതല്ലേ? ഇതല്ലേ ചോദിച്ചാലോ? ചേച്ചി ടോപ്പ് സ്റ്റേഷൻ പോവാൻ ഇതാണോ? പുറകിലൊരു താറുണ്ട്, ഇവിടുന്ന് ലെഫ്റ്റ്. ആ താറ് അങ്ങനെ വഴിയാണല്ലേ? ഒരു വണ്ടി വരുന്നുണ്ട്, ജീപ്പ് വരുന്നുണ്ട്. ഇവിടെ സൈഡാക്കാനാ വരുമോ? അവര് ടയർ മാറ്റിയിട്ടില്ലേ? അല്ല, ഈ ഫ്രണ്ടിലിരുന്ന പിന്നെ അത് ഓഫ് റോഡ് ടയറാ. സ്ക്രാച്ച് വരണ്ട, PPF ചെയ്തിട്ടില്ല. അവിടെ തട്ടോ, അവിടെ തട്ടോ? ഇല്ല അപ്പല്ലേ തട്ടോ? ഇല്ല, മതി. തട്ടോ തട്ടോ. അവർക്ക് വഴി അറിയാം. അവർക്ക് വഴി അറിയാം. അവരുടെ 4x4 ആണ് അവര് പറഞ്ഞത്. കുറച്ചു ദൂരൊക്കെ പോകുന്ന പറഞ്ഞത്. ടൈറ്റ് ആണ്, നോക്കാം. എന്തായാലും വലിയ സീനാണെങ്കിൽ നമ്മള് അവിടെ വെച്ച് തിരിക്കും, നോ ഡൗട്ട്. പൂഴിയാവൂലേ നമ്മൾ സർവീസ് കഴിഞ്ഞ് ഓഫ് റോഡ് പോകുമ്പോ. പിന്നെ അതിന് ടയർ മാറ്റിയിട്ടുണ്ടോ? ഫുള്ളി അപ്ഗ്രേഡഡാ. 4x4 ആണെങ്കിലും അങ്ങനെ ഓഫ് റോഡിന് ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതിന് ഫുള്ളി നമ്മളെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അപ്പൊ തിരിക്കും കേട്ടോ നമ്മള് വണ്ടീനെ. ആ കാണുന്നാട്ടോ പിടിക്കില്ലേ? അറിയില്ല, ലിയർ ഒഴിച്ച് വരും. ഇത് 4x4 നമ്മള് പോവോ? എന്റെ ജീപ്പ് വരുന്നുണ്ട്, ഇത് ശരിയായി കൊടുക്കാം. അതിന്റെ അടാ അവിടെ നിന്ന പണിയിട്ട് ഇതൊന്നുമില്ല, എനിക്കൊന്നും വയ്യ. അവിടെ തിരിക്കാം, കുറെ ജീപ്പുണ്ട്. അവർക്ക് ഇതിൽ തന്നെ കൊണ്ടുവരും. അവരിതിൽ കൂടെ കൊണ്ടുപോകാൻ. അപ്പൊ നമ്മള് അത് ഉപേക്ഷിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, അതൊരു ഏറ്റവും സേഫ് കണ്ടപ്പോഴും തോന്നിയത് 4x4 പോവാണെങ്കിൽ. നമ്മളുടെ തൊട്ട് മുന്നിൽ ഒരു താറുണ്ടായിരുന്നു, അപ്പൊ അത് 4x4 ആണ്. നമ്മൾ ഈ സെയിം സാധനത്തിന്റെ 4x4. അപ്പൊ അവര് കൂളായിട്ട് കയറിപ്പോയി. പിന്നെ മാത്രമല്ല, ഇത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസും വേണം. അവര് പറഞ്ഞു 2 വീല് പോവും കുറച്ച് ദൂരം, സാധാരണ ജീപ്പേര് പോകുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം നല്ല പണി വരും. അപ്പൊ നമുക്ക് അങ്ങനെ ഹെവി ചാടി മറിഞ്ഞ് പോകാനുള്ള താല്പര്യമില്ല. ഇതങ്ങനെ വണ്ടിക്ക് വെറുതെ നമ്മൾ അങ്ങനെ സ്ട്രെയിൻ കൊടുക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് പോവാം. അതാണ് അങ്ങനെ എൻ്റെ തന്നെ നമ്മൾ ജീപ്പിന് പോവാം. അവിടെ ജീപ്പുകാരൊക്കെ അടിപൊളിയായി പോയി വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, എങ്ങാനും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നമ്മളെങ്ങാനും പകുതിക്ക് വെച്ച് നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള യാത്രക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആകെ ചെറിയ റോഡിൽ ഒറ്റ വണ്ടി പോകാനുള്ള റോഡാണ്. അപ്പൊ അതും ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റായിരുന്നു. അപ്പൊ എങ്ങാനും നമ്മളവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ബാക്ക് അടിച്ച് ഇറങ്ങിയിട്ട് വേണം. അത് ഈ ബാക്ക് റിവേഴ്സ് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ മാത്രല്ല, അവിടുന്ന് തിരിക്കാൻ പെട്ട പാവം ഷാരൊന്ന് അവിടുന്ന് വീഴും ചെയ്ത്. അയ്യോ, പെയിനുണ്ടോ? സാരല്ല, പോട്ടെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ റിസ്കി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മളുടെ മെയിൻ ആയിട്ട് ഞങ്ങളിതും ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഹെവി റിസ്ക്കും നമുക്ക് വലിയ വണ്ടിക്ക് പ്രശ്നം അങ്ങനത്തെ ഉള്ള നമ്മൾ അവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പൊ നമ്മൾ ഇനി വരുമ്പോൾ നമുക്ക് ജീപ്പിന് വേണമെങ്കിൽ പോവാം.
അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും വണ്ടിക്ക് സ്ട്രെയിൻ ചെയ്തിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ഞങ്ങൾക്കും വലിയ താല്പര്യമില്ല. ഞങ്ങളെ ഫസ്റ്റ് ടൈം വരുന്നു, നിങ്ങളത് കാണിക്കുന്നു, ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പൊ അങ്ങനെയാണ്, അല്ലാതെ ഇപ്പൊ നമ്മളവിടെ അത്യാവശ്യം ഹെവി ഓഫ് റോഡാ. 4x4 ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പോയിട്ട് വരാം. അതുപോലെ 2 വീലർ ഡ്രൈവ് വെച്ചിട്ടും RWD വെച്ചിട്ടും പോവാ. പക്ഷെ പോവാ. പിന്നെ ഇപ്പൊ നമ്മൾ ഓഫ് റോഡ് പോവാനുള്ള ഒരു അപ്ഗ്രേഡേഷൻ എന്തെങ്കിലും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ ചെക്കനെ കേറ്റ ഒരു മടി. ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് മടി. കാരണം ചെക്കനാണ്, നമ്മൾ അതിനുള്ള സെറ്റപ്പ് ആക്കിയിട്ട് കയറ്റുകയാണെങ്കിൽ ഓക്കെ. പിന്നെ മാത്രമല്ല അവര് അത്യാവശ്യം അപ്ഗ്രേഡ് ചെയ്തിട്ടാ കയറ്റുന്നേ. അപ്പൊ നമ്മളിത് 4x4 അല്ല, എന്നിട്ടും ഒന്നും ചെയ്യാതെ ടയർ പോലും മാറ്റാതെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മള് റേഡിയേറ്ററിന്റെ പ്രൊട്ടക്ടർ ഉണ്ടല്ലോ, പ്രൊട്ടക്ഷൻ കിട്ടണ ഒരു മെറ്റൽ പീസ് പോലും വെച്ചിട്ടില്ല. കാരണം നമ്മൾ ഓഫ് റോഡ് അങ്ങനെ പോകുന്നില്ല. അത് മെല്ലെ കണ്ട് വെക്കണം ഒരു സേഫ്റ്റിക്ക്. പക്ഷെ ഇപ്പൊ അതുപോലും ഇല്ല നമ്മളുടെ. അപ്പൊ അതൊന്നും ഇല്ലാതെ പോയിട്ട് അവിടെ വന്ന് റേഡിയേറ്ററും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസ്ഥ അറിയാലോ. അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഹെവി സാധനങ്ങൾക്കൊന്നും നോക്കുന്നില്ല. അതുകൊണ്ടാണ് തിരിച്ചു വന്നത്. നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. പുള്ളിക്കാരത്തിന്റെ മേലേക്കുള്ള മലയില് നമ്മളൊന്ന് കേറിയില്ലേ? അത് നമ്മളൊന്ന് കേറി. അതൊക്കെ ചെറിയ കാര്യങ്ങൾ. അത് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓഫ് റോഡ് അത്രേ ഉള്ളൂ. ഇത് ഹെവിയാണ്. അയ്യോ, ഇത് ഞാൻ കണ്ടപ്പോ തന്നെ ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും ആലോചിച്ചില്ല. എന്നാലും ഞങ്ങള് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാച്ചിട്ട് പോയതാണ് അത് കേട്ടോ. ശരിക്കും അത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യമായിട്ടാവുകൊണ്ട് എന്താണ് അവിടെ. പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോ പറയുകയും ചെയ്തു വേറൊരു വഴിയുണ്ട്, അത് മറ്റൊരു കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചല്ലോ. അവിടെ ആദ്യം പോയിരുന്നു, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും, അപ്പൊ വേറൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അപ്പൊ എന്തായാലും അപ്പൊ അത് പോട്ടെ. ഭംഗിയുണ്ടല്ലോ താഴെ. നല്ലൊരു തേയിലത്തോട്ടം കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാ. വലിയ വെയിലില്ല കേട്ടോ, നേരത്തെ ഭയങ്കര വെയിലായിരുന്നു. ഇടയ്ക്ക് ക്ലൗഡി ആവുന്നുണ്ട്, അപ്പോൾ ഭയങ്കര സുഖമുണ്ട്. ഭയങ്കര വെയിൽ വരുമ്പോഴാണ് ചിലപ്പോൾ കുത്തണ വെയിൽ വരും, ഈ ക്ലൗഡ് അങ്ങ് മാറുമ്പോൾ. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഇപ്പോൾ അതേ മൂടി നിന്നിട്ട് നല്ലൊരു ക്ലൈമറ്റാണ്. സമയം 11:45 സംതിങ്ങാണ്. ഒരാളിതേ വീണിട്ട് ക്ഷീണം തീർക്കുക. എങ്ങനെയുണ്ട് ഇപ്പോൾ? നടക്കാനൊക്കെ വയ്ക്കുമോ? ഇനി വീഴണ്ട കേട്ടോ. നടക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്, കുഴപ്പമില്ല. പുറകിൽ ചെളിയുണ്ട്. ചെറുതായിട്ട് പോയി. കുഴപ്പമില്ല, അറിയില്ല. വെയിലില്ലാത്തതുകൊണ്ട് നല്ലൊരു വീഴ്ച വീണു. നല്ലൊരു വീഴ്ച വീണു. ഡോർ ഇറങ്ങിയപ്പോൾ കുറച്ച് താഴ്ച കൂടി പോയി. കടകടകടകടാച്ചൻ അങ്ങോട്ട് പോയി. അതാ പ്രശ്നമായത്. ഭയങ്കരമായിട്ട് സ്ലിപ്പറിയാ. മഴക്കാലത്തൊക്കെയാണ് കോമഡി ഇരിക്കും അവിടെ. ഇങ്ങനെ കയറി പോനാ തലടിക്കാതെ ഭാഗ്യം. ഇവിടെ വ്യൂ കൊള്ളാട്ടോ, നല്ലൊരു വ്യൂ ആണ്. അത് വെയിലില്ലാത്തതിന്റെ രസാ. നല്ല മേഘം മൂടിയിട്ടുണ്ട്, നല്ല ക്ലൗഡ് ഉണ്ട് ഇപ്പോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഹായ്. ഇതിന് മേലിലൊക്കെ ഉണ്ടല്ലേ, ഇതിൽ നമ്മുടെ ചെക്കൻ നിൽക്കണാണ് എൻ്റെ ഭംഗിയാണ്. സർവീസ് കഴിഞ്ഞുള്ളൂ, പൊടിയായില്ലേ മൊത്തം. ഞങ്ങളാണെങ്കിൽ വല്ലപ്പോഴും ഒന്നേ കഴുകാറുള്ളൂ. കഴുകാന് വീട്ടിൽ കഴുകി കഴിഞ്ഞാൽ ഞങ്ങളുടെ മോട്ടാണ്. താറാകുമ്പോ കുറച്ച് ചെളിയൊക്കെ വേണം. നമുക്ക് കഴുകാനുള്ള സൗകര്യം. വേദന ഉണ്ടോ? നല്ല രസമുണ്ട്. എപ്പോഴാന്ന് അറിയില്ല സണ്ണ് വരിക. ക്ലൗഡ് മാറിക്കഴിഞ്ഞാൽ മുട്ടമയിലായിരിക്കും. അപ്പം പിന്നെ നമുക്ക് വേഗം ഓടിക്കയറാം. അവിടെ നല്ലൊരു വീട്, നല്ല ഭംഗിയില്ലേ കാണാൻ. എന്താ കാണുന്നത്? ഓടണ്ട കേട്ടോ, ചുമ്മാ ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു വന്നട്ടോ. ഭയങ്കര വെയിൽ വന്നു. ഇവിടെ നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവർ താമസിക്കുന്ന സ്ഥലമാണോ. പിന്നെ ഇവിടെ ഇത് എന്തോ ഉണ്ട്, ഇതും അതന്നെയാണ് തോന്നുന്നുണ്ട്. 4 പുറവും ഫുൾ തേയില. നല്ല ഭംഗിയില്ലേ? ഷാരുദേ ഫോട്ടോഗ്രാഫി. ഒരു മരം ഈ ഫ്രെയിമിൽ ഭയങ്കര രസമുണ്ട്. ഈ ഒരു വെയിലും വെച്ച് നമ്മൾ പുള്ളിക്കാന വ്യൂ പോയിന്റിൽ പോയ കോമഡി ആയിരിക്കുമോ? നോക്കാം, നമുക്ക് എന്തായാലും കയറി നോക്കാം അങ്ങോട്ട്. അവിടെ പക്ഷെ ഇവിടെ ഭയങ്കര രസമുണ്ട്. ഞങ്ങളിങ്ങനെ അന്ന് വിചാരിച്ചു, അന്ന് വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാനം ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അത് കാണാത്തവർ അത് കാണട്ടോ. അതേ വീണ്ടും വെയിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമുണ്ട്.
അല്ലേ? വെയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫീല്. ആ ഒരു തണുപ്പൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ക്ലൗഡ് അങ്ങ് മാറുമ്പോൾ മുട്ടിഞ്ഞ വെയില. ഇങ്ങനെ വെയിലാണെങ്കിൽ ആ പുള്ളിക്കാനും വ്യൂ പോയിന്റ് എങ്ങനെ നമ്മൾ പോകും? കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ വെയിൽ മങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാമല്ലോ. പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നല്ല രസമുണ്ട്. ഇങ്ങനെ ഈ താറായ പച്ചപ്പിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇവിടുന്ന് വണ്ടി എടുക്കട്ടെ. ഷാരൂന് നടക്കാൻ വയ്യ, അവൾ ഇതേ അവിടെ നിന്നിട്ടുണ്ട്. അവൾക്ക് ഇനിയിപ്പോൾ കുറച്ച് ചെറിയൊരു കയറ്റം. അപ്പോൾ അത് കയറുമ്പോൾ ആംഗിൾ ഭയങ്കര പെയിന്. അപ്പോൾ അത് വെറുതെ സ്ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുന്ന് കയറ്റിയിട്ട് നമുക്ക് നേരെ പോകാം. പുള്ളിക്കാനത്ത് അവിടെ ഒരു ഷോപ്പുണ്ട്. നമ്മളന്ന് ഞങ്ങൾ പോയപ്പോൾ ന്യൂഡിൽസൊക്കെ കഴിച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് പറ്റിച്ച ഒരു ന്യൂഡിൽസ് കഴിക്കണം. ഭയങ്കര വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. മാഗി കട അടച്ചിരിക്കാണ്. നമ്മൾ അന്ന് വന്ന ആ ഒരു കുഞ്ഞ് ഓഫ് റോഡ് വലുതായോ? ശരിയല്ലോ, നീ ധൈര്യമായിട്ട് കേൾക്കും. ഇത് കുഴപ്പമൊന്നുമില്ല, നിസാരം. അത് നമ്മള് നേരത്തെ കേറിയേക്കാം. അതുകൊണ്ടൊന്നല്ല, കുറച്ച് കുണ്ടുകൂടി കൂടി ഇവിടെ മഴ വന്നപ്പോ. വേറെ പ്രശ്നമൊന്നും വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അവരെ എല്ലാവരും നമ്മള് ഒറ്റയ്ക്കാ പാടുള്ളൂല്ലേ? അവിടെ ആരുമില്ല. അങ്ങോട്ട് പോണോ? അതിന്റെ മേലേക്കാണ് എനിക്ക് തോന്നുന്നു പോകുന്നു. പക്ഷെ അവിടെ പോവാന്നാ പറഞ്ഞത്. അതായതല്ലേ ഇത് പോയിട്ടെന്നൊക്കെ പറഞ്ഞു. മറ്റേ പകുതി പോയി തിരിച്ചു വന്നു. അങ്ങനെ നമ്മളുടെ പുള്ളിക്കാനം ഫേവറേറ്റ് സ്പോട്ടിലെത്തി. ഇനി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഇത് കുറച്ച് അവിടെ റോഡുണ്ട്, പക്ഷെ അത് കൂടെ പോവോന്ന് അറിയില്ല. എടാ ഞാനിന്ന് ചുമ്മാ നടന്നു പോയി നോക്കട്ടെ. നീ കാല് വെച്ച് വരണ്ട, നിക്ക്, ഞാൻ നോക്കിയിട്ട് വരാം. എന്നാ വാ, അങ്ങോട്ട് കയറിപ്പോക്കെ ചെയ്യും. അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കണം. ഇതിൽ കൂടെ എന്തായാലും കയറി. റിസ്ക്കാ തോന്നില്ലേ? അവിടെ എങ്ങനെ പോകാനാ? എനിക്ക് തോന്നുന്നേ മഴ പെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് കൊളായിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം അന്ന് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയല്ല, ഈ ഒരു വൈബല്ല. ഇതുകൂടെ ഇത് രണ്ട് വഴി കൂടെ നമ്മൾ പോകില്ല. സോ നമുക്ക് അവിടെ പോയിരിക്കാം. ഇനിയില്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലമുണ്ട്, ഇതുണ്ടോ അവിടെ ഉണ്ട്. അതുകൂടെ കണ്ടിട്ട് പോകണ പോലെ ഉണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. അപ്പം നമുക്ക് അവിടുന്ന് നല്ലൊരു വ്യൂ കിട്ടുന്നു തോന്നണം. നമ്മളുടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ ദൂരെ സൂം ചെയ്ത് കാണിച്ചു. അടിപൊളിയല്ലേ? ഇപ്പോൾ വെയിൽ പോയപ്പോൾ ഭയങ്കര രസമുണ്ട്. ഞങ്ങളന്ന് അതുവരെ വന്നുള്ളൂ. അതുവരെ അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അപ്പോഴേക്കും ഏകദേശം ഇരുട്ടൊക്കെ ആയിരുന്നില്ലേ. പിന്നെ ഞങ്ങൾ നേരെ അങ്ങനെ തിരിച്ചു പോവുക ചെയ്തത്. പിന്നെ അന്ന് വേറെ അല്ല, അന്ന് ഞങ്ങൾക്കിത് അറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ നിർത്താൻ പറ്റുമോ, കയറാൻ പറ്റുമോ, എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങളന്ന് പെട്ടെന്ന് പോയേ. അപ്പോൾ പിന്നെ അവിടെ കുഴപ്പമൊന്നുമില്ല, വ്യൂ പോയിന്റ് അല്ലേ. അടിപൊളി. തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ചാരുതേ അവളെ ഞാനവിടെ ആക്കി പോന്നു. വെറുതെ കൂടെ നടക്കണ്ടല്ലോ. അവൾക്ക് കാല് ഭയങ്കര പെയിനുണ്ട്, കൈ പെയിനുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെയോ അവിടെയോ കുറച്ച് നേരം ഇരിക്കാം. നമ്മളത്തെ ചെയറൊക്കെ പുറത്തേക്കിട്ട് കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാം. അല്ലേ, മാഗി എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ. ഭയങ്കര വിശപ്പുണ്ട്, സ്നാക്സ് ഉണ്ട്, അതെങ്കിലും അത് ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബ്രെഡ് ഓംലെറ്റ് എന്തെങ്കിലും കഴിക്കാം. നൂഡിൽസാ? ചേട്ടാ ഒരു നൂഡിൽസ്, എഗ് വേണ്ട, പിന്നെ ഒരു ബ്രെഡ് ഓംലെറ്റും. അടിപൊളിയല്ലേ? അന്ന് വന്നപ്പോൾ നമ്മളിത് കണ്ടായിരുന്നു, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇപ്പോൾ ഇത് ആരുമില്ല. നമുക്ക് ആരുമില്ലാത്ത സ്ഥലമാണ്, റിലാക്സ് ആയിരിക്കണം. നല്ല രസമുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കാണാം. അപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ, ഇല്ലിക്കൽ കല്ലല്ലേ, ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ. പിന്നെ അതേ ഇവിടുന്ന് വെയിൽ വന്നാൽ വലിയ രസമല്ല, വെയിൽ വരുന്നുണ്ട് തോന്നണു. ഇങ്ങനെ കാഴ്ച കണ്ട് ഒരു കട്ടനടിച്ച് മാഗിയൊക്കെ കഴിച്ച് നല്ലൊരു വ്യൂ അല്ലേ? പറഞ്ഞു തീരുന്നില്ല, ഭയങ്കര വെയിൽ വന്നു. കുഴപ്പമില്ല, അവിടെ അതിൻ്റെ ഉള്ളിലിരിക്കാം നമുക്ക്. വെയിലാറിയിട്ട് ഇങ്ങോട്ട് വരാം.
ലേക്കിൻ്റെ ഉള്ളിൽ സ്ഥലമുണ്ട്. അതാണ്. അയ്യോ സോറി, മാഗി കട്ട്, ഇതാണ് കോമ്പിനേഷൻ. നമ്മൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ റോഡ് കണ്ടു. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത് കൂടെ പോവാം, അവിടെ നല്ല വ്യൂ ഉണ്ട് ഇത്രേ. അപ്പോൾ ചുമ്മാ അത് ഇതുവരെ പോയിട്ടില്ല. റോഡ് വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ചുമ്മാ ഒന്ന് പോയേക്കാം, പറ്റില്ലെങ്കിൽ നമ്മൾ തിരിക്കും. സോ ഗൈസ്, നമുക്ക് ഇതിൽ കൂടെ എടുക്കാം. ആ ചേട്ടൻ വന്നല്ലോ അവിടെ? ഇല്ല, അത് അവര് കാറില് ബിരിയാണി കൊണ്ടുവന്നത് കഴിക്കാം. ഇപ്പൊ അടുത്ത ട്രൈ ആണ്. ഓഫ് റോഡൊന്നല്ല, ചെറിയ രീതിയിലുള്ള ഒരു വലിയ ടാറിടാത്ത മണ്ണിട്ട റോഡ്. എന്റെ പൊന്നി, വേറെ വണ്ടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ കൊണ്ട് വലിയ പ്രശ്നമില്ല. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുതെന്നേ ഉള്ളൂ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഇങ്ങനത്തെ നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. ഹെവി സാധനമൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് പാടാണ്. ഏയ് അങ്ങനെ അങ്ങനെ തൊട്ടുണ്ടാവില്ല. ആ ഇത് കൊള്ളാലോ, തട്ടുമ്പോഴോ. ഇവിടെ വീടൊക്കെ ഉണ്ട്. ഈ ഏതൊരു വീടിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകണം. ആ ഈ സൈഡിൽ കൂടെ, ഇതിൽ കൂടെ, അത് കൂടെ ഏത് കൂടെ പോണ്ടേ? കൂടെ അല്ലേ? സൈഡിൽ കൂടെ പോയാൽ അവിടെ കുറച്ച് ഇത് പറഞ്ഞു പൊട്ടി. അല്ലല്ലോ, ഇതാ 2 ലൈൻ ഉണ്ടോ, അത് പിടിച്ചങ്ങ് പോയാൽ മതി. നമ്മൾ റിവേഴ്സ് എടുക്കുക. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്റെ പൊഞ്ഞാറ അയച്ചിടും നമുക്ക്. ഭയങ്കര റിവേഴ്സ് എടുക്കാനൊക്കെ ഇത്തിരി പാടാണ്. ഈ ഇങ്ങനത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല, വേറെ സേഫ്റ്റി കാര്യങ്ങളൊന്നുമില്ല. നമുക്കിങ്ങനെ പോവാം. അവിടെ എവിടെയെങ്കിലും അതാ ഇവിടെയൊക്കെ തിരിക്കാം. കുഴപ്പമില്ല, വലിയ സീനൊന്നുമില്ല. നമുക്കങ്ങ് പോയേക്കാം. അവസാനിച്ചോ തോന്നുന്നു. ഇത് അങ്ങനെ അങ്ങോട്ട് വേറെ എങ്ങോട്ടോ പോകുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഇതായ ഒരു വ്യൂ പോയിന്റ് ആട്ടോ, ഇവിടെ ഇത് അവസാനിക്കുകയാണ്. അടിപൊളി. ഇത് അവിടെ ഒരു വീടുണ്ട്. അടിപൊളി. ഓ, അങ്ങനെ നമ്മൾ ഒരു അടിപൊളി സ്പോട്ടിൽ എത്തിയിട്ടോ. ഇപ്പം ഹാപ്പിയായി, ഇപ്പം എന്തോ ഫീലായി. ചെറിയൊരു ഡെസ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം നമ്മൾ തങ്ങളപ്പാറ കുറച്ച് കയറി, പിന്നെ എളുപ്പുണ്ണി ഒന്ന് കയറണം വിചാരിച്ച്, അത് നടന്നില്ല. അപ്പോൾ ഡെയിലി പോണ വഴിയല്ലാതെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ കാണുകയാണെങ്കിൽ ഞങ്ങൾക്കും അതാ ഹാപ്പി. ആ ഒരു എക്സ്പീരിയൻസ്. എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്. അത് മാത്രമല്ല, വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രം. എങ്ങനെയുണ്ടടാ ഇവിടെ നിന്നുള്ള വ്യൂ? എന്ത് ഭംഗിയാ, ലൈറ്റിങ്ങും എല്ലാം. എനിക്ക് തോന്നുന്നു സൺസെറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ പൊളിക്കൂലേ. പക്ഷെ സൺസെറ്റിന് ഇനി ഒരുപാട് സമയമുണ്ട്, പ്രശ്നം. ഇവിടെ നമ്മളുടെ ചുറ്റും മലയാണ് കേട്ടോ. 360 മലയാണ്. നോക്ക്, ഫുള്ള് മലയാണ്. നമ്മുടെ താർ അതിൻ്റെ എന്തോ ഫീല് കാണുമ്പോൾ അതിൻ്റെ പുറകിൽ വലിയൊരു മല. പിന്നെ ഇതേ ആ കാണുന്ന ഒരു വൈറ്റ് നമ്മളുടെ വളവാണ്. ഒരു ഹെയർ പിന്നില്ലേ അവിടെ പോകുന്ന വഴിയിൽ, അത് ഇത് കൂടെ ഇങ്ങനെ വണ്ടി വരും. പിന്നെ ഇത് ഈ കാണുന്ന ഇത് ആക്ച്വലി ഒരു ചെറിയൊരു വാട്ടർഫോൾസാണ് തോന്നുന്നു. ഇത് കണ്ടിട്ട് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ അത് മഴക്കാലത്ത് വന്നാൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഇങ്ങോട്ട് എത്രത്തോളം സേഫാണെന്ന് അറിയില്ല. കാരണം ചെറിയ റോഡാണ്, പിന്നെ മണ്ണിട്ട റോഡാണ്. അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്ക് അത് എങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരിക. എന്തായാലും ഇപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിയാണ്. പ്രത്യേകിച്ച് ഒരു ഈവനിങ് ടൈമിൽ വരികയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഇപ്പോൾ അത് ഉച്ച സമയമാണ്, പക്ഷേ വെയിലൊന്നുമില്ല, ഒക്കെ ക്ലൗഡി ഡേ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് റിലാക്സായി. ക്ഷീണവും നമ്മൾ തങ്ങളപ്പാറ പോയപ്പോൾ വെയിൽ കൊണ്ട ക്ഷീണം കാര്യങ്ങളൊക്കെ മാറി. വേറെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, വേറെ ആരും ശല്യം ചെയ്യാനില്ല. നമ്മളിവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാതെ
ഇത് ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ പോവുക, വരിക, റിലാക്സ് ചെയ്യുക, എൻജോയ് ചെയ്യുക, തിരിച്ചു പോവുക. അപ്പോൾ പുള്ളിക്കാനം വരുന്നവർ ഈ ഒരു സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. ബൈക്കിനും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിക്കൊക്കെ വരാം. കിടിലൻ സ്പോട്ടാണ്, നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ലൊക്കേഷനിൽ പോവാണ്. കിടിലൻ വഴി നോക്ക്. ഓ അങ്ങനെ കുലുങ്ങി കുലുങ്ങി താറിൽ. മാക്സിമം പറ്റുന്നവർ വരാൻ നോക്കുക കേട്ടോ. റോഡ് ഇതേ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതിൽ വന്നാൽ മതി, അതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ റേഡിയേറ്ററൊക്കെ പണി കിട്ടും. കാരണം ഇത് ഇവിടെയൊക്കെ അടിയിൽ നടുവിൽ ഭയങ്കരമായിട്ട് ഇതൊക്കെ വളർന്നിട്ടുണ്ട്, കല്ലൊക്കെ ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതിൽ വന്നാൽ മതി. നമ്മളുടെ വണ്ടി എന്തായാലും കൂളായി പോകുന്നുണ്ട്. പിന്നെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കണ്ടില്ലേ ലെഫ്റ്റ് ഭയങ്കരമായിട്ട് താഴ്ചയാണ്. പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. വേറെ നമുക്ക് സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ സാധാരണ റൂട്ടല്ലത്, നമ്മളിങ്ങനെ കയറി പോകുന്നതാ. പിന്നെ ഇവിടുന്ന് മെല്ലെ ഹിൽ ടൗൺ ഒക്കെ ഇട്ടിട്ട് നമുക്ക് പോവാം. ഇതേ അവിടുന്ന് നമ്മൾ വരുന്നേ. ഹോണൊക്കെ ഇട്ടെടുത്ത് ഇതൊക്കെ ഒന്ന് പൊളി. വരത്തി വരത്തി വരത്തി. സീനില്ല, നോ പ്രോബ്ലം. വണ്ടിയിൽ സ്ക്രാച്ച് വരും കേട്ടോ, പക്ഷെ അത് പോളിഷ് ചെയ്ത പോണ സ്ക്രാച്ച് ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ധൈര്യത്തിൽ പോണേ. അയ്യോ ഇവിടെ ഒരു കമ്പുണ്ടല്ലോ, ഇത് പോകുമ്പോ കണ്ടോ? പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഹിൽ ഡൗൺ ഒന്ന് ഓഫാക്കാം. ഓക്കെ, ഞങ്ങൾ പോവാം. ഇത്രേ ഉള്ളൂ. ആ ഒരു സൈഡ് മാത്രമേ കുറച്ച് സീനായിട്ടുള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. ബാക്കി നമുക്ക് സുഖമായിട്ട് വരാൻ പറ്റുന്ന റോഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മാഗി കട, റൈറ്റ് സൈഡ്. ഇത് നമ്മളുടെ നല്ല തന്നെ. അപ്പോൾ ഇവിടുന്ന് ഈ റോഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പോട്ടിലെത്താം. ഇവിടെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിൽ പണിയാണ്. യെസ്, അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ്, വേറെ ഒന്നും പറയല്ല, അത്ര അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും ഫീലായി. നല്ല കോട, നല്ല തണുത്ത കാറ്റ്, നമ്മൾ വിചാരിച്ച പോലത്തെ ടെന്റ് ക്യാമ്പിങ് നൈറ്റ് അല്ലേ? പിന്നെ ഇപ്പൊ കിട്ടിയ ഈ മലന്റെ മേലെ ചുറ്റും മല എന്നും പറയും, കടലെല്ലാം താണ്ടി മലയെല്ലാം താണ്ടി. പക്ഷെ ഇപ്പൊ അതൊരു അടിപൊളി സ്ഥലം. താങ്ക് യു. ആ ചേട്ടനാട്ടോ പറഞ്ഞെന്ന് നമുക്ക് ആ പോവാനുള്ള വഴി. എല്ലാവരും അപ്പൊ ഇതേപോലെ ട്രിപ്പൊക്കെ പോവുക പറ്റുന്ന പോലെ. ഞങ്ങൾ എല്ലാ വീഡിയോസിന്റെ ലാസ്റ്റ് പറയുന്നതാണ്, കാരണം ട്രിപ്പ് ഇത് വേറൊരു ഫീലാണ്. അപ്പൊ എല്ലാവരും അത് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള എന്താണോ അത് ചെയ്യാം. അത് ട്രിപ്പ് എന്ന് പറയുന്നത് വലിയൊരു തെറാപ്പി തന്നെയാണ് കേട്ടോ. ശരിക്കും ആ നേരത്തെ കണ്ട ചേട്ടൻ പറഞ്ഞുകൊണ്ടാട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇല്ലെങ്കിൽ നമ്മൾ പോയില്ലായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഹാപ്പി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അവിടെ കിട്ടുന്ന ഓരോ മൊമെന്റ്സ് വേറെ ലെവലാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവില്ല. പിന്നെ അതേപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാൻ ഈ ഒരു വ്യൂ പോയിന്റ് ഞങ്ങൾ അങ്ങനെ അങ്ങ് കയറിയതാ. അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസാ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു ഫീല് വേറെ ആയിരുന്നു. അതേപോലെ ഇന്ന് നമുക്ക് കിട്ടിയ 10 സ്റ്റേ അതും അൺഎക്സ്പെക്റ്റഡ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്നതല്ല, ബുക്ക് ചെയ്ത് പോകുന്നൊന്നല്ല. ഇവിടെ വന്നു അവിടെ കണ്ടപ്പോ ഇഷ്ടമായി, ബുക്ക് ചെയ്തു. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ കണ്ട വ്യൂ പോയിന്റ് അയ്യോ ഒരു രക്ഷയില്ല. ഏറ്റവും നിങ്ങൾ കണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതൊക്കെ എല്ലാരും ട്രിപ്പ് പോവോ ഇതേപോലെ ഇറങ്ങുക പറ്റുന്ന പോലെ. ഇപ്പൊ നമുക്ക് സ്വന്തം വണ്ടി വേണമെന്നൊന്നുമില്ല, എങ്ങനെ വെച്ചാ അവനാന് കഴിയുന്ന പോലെ. ഞങ്ങൾക്ക് KSRTC ട്രിപ്പ് നമ്മൾ വരും, വൈകാതെ വരും. ഞങ്ങൾ ആദ്യം ഫുള്ള് അതിലായിരുന്നു പോയിരുന്നത്. ഇനി വരണം KSRTC ട്രിപ്പ് കുറച്ച് പ്ലാനിലുണ്ട്. അപ്പൊ അതൊക്കെ വരും. കുറച്ച് റോഡ് ട്രിപ്സ് പ്ലാനിലുണ്ട്, എല്ലാം വരും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുള്ളിക്കാനം ഓൾറെഡി കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തതാണ്.
അപ്പോൾ നിങ്ങളാരും അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ട് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസും റീൽസും ഒക്കെ അതിലുണ്ട്. 2 cups. അപ്പോൾ അതും കൂടെ ചെക്കൗട്ട് ചെയ്യാം. പിന്നെന്താ, എല്ലാരും ഇറങ്ങാ, ഹാപ്പി, ആകെ ഒരു ലൈഫേ ഉള്ളൂ, എൻജോയ്. അപ്പൊ എന്നാ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.